ഞാൻ ഡോക്ടർ ഐശ്വര്യ, വേദാഗ്രാം ഹോസ്പിറ്റൽ, ഓമല്ലൂർ. ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക് ക്യാൻസറിൽ ആയുർവേദ ചികിത്സയുടെ പ്രസക്തി. അതായത് കോടിക്കണക്കിന് കോശങ്ങൾ കൊണ്ടാണ് നമ്മുടെ ശരീരം നിർമ്മിച്ചിരിക്കുന്നത്. ഈ കോശങ്ങളിൽ നമുക്ക് ശരീരത്തിൽ എന്തെങ്കിലും ഡാമേജസ് സംഭവിക്കുകയൊക്കെ ചെയ്താലും നമ്മൾ ഏജ് അനുസരിച്ച് നമ്മുടെ സെൽസ് ഡിവൈഡ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ സെയിം നമ്മുടെ രൂപത്തിലും ഭാവത്തിലും തന്നെയാണ് പുതിയ സെൽസ് ഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ചില എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ്, അതായത് പൊല്യൂഷൻ, ഫുഡ് സ്റ്റൈല്, കോസ്മെറ്റിക് യൂസേജ്, നർക്കോട്ടിക്സ്, ആൽക്കഹോൾ എന്നിവയുടെ ഉപയോഗം കാരണം ശരീരത്തിൽ ഉണ്ടാകുന്ന ഈ നോർമൽ സെൽ ഡിവിഷനോടൊപ്പം ചില അൺകൺട്രോൾഡ് ആയിട്ടുള്ള സെൽ ഡിവിഷൻസ് സംഭവിക്കാറുണ്ട്. ഈ അൺകൺട്രോൾഡ് ആയിട്ട് വരുന്ന സെൽ ഡിവിഷൻസിനെ ഭ്രാന്തൻ കോശങ്ങൾ എന്നാണ് വിളിക്കുന്നത്. അത് അവ തന്നെ ഹോർമോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യുകയും അത് ഇരിക്കുന്ന ഓർഗനിൽ നിന്ന് ന്യൂട്രീഷൻസ് വലിച്ചെടുത്ത് ആ ഓർഗനിൽ സ്പ്രെഡ് ചെയ്യുകയും ചെയ്യുന്നു. നോർമൽ സെൽ ഡിവിഷൻ നടന്നെങ്കിൽ മാത്രമേ നമ്മുടെ ശരീരം ഹെൽത്തിയായി പോകുന്നുള്ളൂ. ഇപ്പോൾ അങ്ങനെ വന്നിരിക്കുന്ന ഇത് ഒരു ഓർഗനിൽ അടിയുകയും അല്ലെങ്കിൽ ആ ഓർഗനിൽ മൾട്ടിപ്ലൈ ചെയ്ത് ജീവനോടിരിക്കുന്ന, അതായത് നോർമൽ സെൽസിനെ ഡാമേജ് ചെയ്യുകയും ചെയ്യുന്നു. അത് ആ ഓർഗനെ സ്പ്രെഡ് ആക്കിയതിന് ശേഷം, ആ ഓർഗനെ കംപ്ലീറ്റ് ആയിട്ട് നശിപ്പിച്ചതിന് ശേഷം അടുത്ത ഓർഗനിലേക്ക് എത്തുന്നത് ബ്ലഡ് സ്ട്രീം ത്രൂ ആണ് അടുത്ത ഓർഗനിലേക്ക് എത്തുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ എയർലി ഡയഗ്നോസിസ് ചെയ്യുകയാണ്. അതായത് ക്യാൻസർ എയർലി ഡയഗ്നോസ് ചെയ്ത് ഏത് ഓർഗനിലാണോ അഫക്റ്റ് ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ അവിടുന്ന് സർജിക്കലി റിമൂവ് ചെയ്യുകയും കീമോ അല്ലെങ്കിൽ റേഡിയേഷൻ ട്രീറ്റ്മെന്റ്സ് നടത്തിയതിന് ശേഷമും ബ്ലഡ്, അതായത് ബോഡി ഹോസ്റ്റ് ഫാക്ടറാണ്, ബ്ലഡിൽ ഇതിന്റെ അംശങ്ങൾ കലർന്നിട്ടുണ്ട്. ഓൾറെഡി നമ്മുടെ DNA-യിൽ ഇതിന്റെ സ്ട്രക്ചർ കയറി കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ വരുമ്പോൾ ശരീരത്തിനെ പ്യൂരിഫൈ ചെയ്യുക എന്നുള്ളത് വളരെ അനിവാര്യമായ ഒരു കാര്യമാണ്. ഈ പ്യൂരിഫിക്കേഷൻ നടത്താൻ, ഈ സ്രോതോശുദ്ധി ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആയുർവേദ ട്രീറ്റ്മെന്റ് പ്രാധാന്യമിരിക്കുന്നത്. അത് ഭക്ഷണം കഴിച്ചാൽ ശരീരത്തിൽ പിടിക്കുന്ന പോലെ തന്നെ ആയുർവേദ മരുന്നുകൾ, അതായത് പച്ചിലയിൽ നിന്ന് എടുക്കുന്ന മരുന്നുകൾ കൊണ്ടുള്ള ഉപയോഗം ശരീരത്തിനെ വളരെയധികം ഗുണം ചെയ്യുകയും ശരീരത്തിൽ നിന്ന് ടോക്സിസിറ്റി റിമൂവ് ചെയ്ത് ഹെൽത്തി ആക്കി ആളെ കൊണ്ടുപോകാൻ, അതായത് അല്ലെങ്കിൽ വർഷങ്ങൾക്ക് ശേഷം, ഈവൻ ഇപ്പം നമ്മൾ ഒരിക്കൽ സർജറി ചെയ്ത് റിമൂവ് ചെയ്തു, അല്ലെങ്കിൽ കീമോ എടുത്തു, റേഡിയേഷൻ എടുത്തു, അതിനുശേഷവും ചിലപ്പം 2 വർഷത്തിന് ശേഷം പിന്നെയും ഇതുണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ ഉണ്ടാവാതെ ശരീരത്തിനെ പ്രിവെന്റ് ചെയ്ത് ഹെൽത്തി ആക്കി വെക്കാൻ ഈ ആയുർവേദ ട്രീറ്റ്മെന്റ് വളരെയധികം ഹെൽപ്ഫുള്ളാണ്.